മണ്ഡലപൂജയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു. മണ്ഡലപൂജാ ദിവസങ്ങൾ ഭക്തജനങ്ങൾക്ക് ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന സമയം ക്രമീകരിച്ച് ദർശനത്തിലെത്തിയാൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നും മുരാരി ബാബു ജനം ടിവിയോട് പറഞ്ഞു. ശബരിമല മണ്ഡലപൂജയിലേക്ക് കടക്കുകയാണ്. സജീവമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ മണ്ഡലപൂജയോട് അനുബന്ധിച്ച് സന്നിധാനത്ത് ഏർപ്പെടുത്തി കഴിഞ്ഞു. വലിയ ഭക്തജന തിരക്കും സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. മണ്ഡലപൂജയുടെ ക്രമീകരണങ്ങളെപ്പറ്റി ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സാർ, ഇപ്പോൾ മണ്ഡലപൂജയ്ക്ക് ഇനി 2 ദിവസം കൂടി മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഏതറ്റം വരെ എത്തി ക്രമീകരണം? ഈ വർഷത്തെ മണ്ഡലകാലത്തിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ തിരക്കുകൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അയ്യപ്പഭക്തന്മാർ കൂടുതലായിട്ട് ഈ അവധി ദിവസങ്ങൾ, ഇപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയൊക്കെ വരുന്നു, അപ്പം അതെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ആളുകൾ വന്നു ചേരുന്നുണ്ട്. അവർക്കെല്ലാം ആവശ്യമായ സംവിധാനങ്ങളെല്ലാം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരിൻ്റെ വിവിധ ഏജൻസികളും ചേർന്ന് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആത്മസംതൃപ്തിയോടെ അയ്യപ്പഭക്തന്മാർ തൊഴുത് പടിയിറങ്ങി പോകുന്ന ഒരു കാഴ്ച കാണുന്നു. അത് വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒരു സംഗതികളാണ്. പരാതികളില്ലാത്ത ഒരു മണ്ഡലകാലം കടന്നു പോവുകയാണ്. അതോടൊപ്പം ഇവിടെ മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട് മണ്ഡലപൂജയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നും തങ്കയങ്കി ഘോഷയാത്രയാണ്. അത് 22-ാം തീയതി രാവിലെ 7 മണിക്ക് തിരുവാറന്മുളയപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്നും ആ തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടും. അത് 25-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടെ പമ്പയിൽ എത്തിച്ചേരും. അത് 1:30 മണി മുതൽ ഒരു 3 മണി വരെ അവിടെ ആ തങ്കയങ്കി ദർശിക്കാനുള്ള സൗകര്യം അയ്യപ്പഭക്തന്മാർക്ക് ഒരുക്കും. അതിനുശേഷം 3:30 മണിക്ക് 25-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മണിക്ക് പമ്പയിൽ നിന്നും തങ്കയങ്കി സന്നിധാനത്തേക്ക് പുറപ്പെടും. ആ തങ്കയങ്കി പേടകം ശരംകുത്തിയിൽ നിന്ന് ദേവസ്വം ഭാരവാഹികളും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് സ്വീകരിച്ച് സന്നിധാനത്ത് ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് സന്നിധാനത്തെത്തുകയും പിന്നെ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ 26-ാം തീയതിയാണ് നമ്മളുടെ മണ്ഡലപൂജ. 26-ാം തീയതി ഉച്ചയ്ക്ക് 12-നും 12:30-നും മധ്യയാണ് അതിൻ്റെ മണ്ഡലപൂജയുടെ സമയമായി ബഹുമാനപ്പെട്ട തന്ത്രി നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. ആ സമയത്ത് കണ്ഠരര് രാജീവര് അവരുടെ പൗരോഹിത്യത്തിൽ മണ്ഡലപൂജ നടക്കും. മേൽശാന്തി അടക്കമുള്ളവർ ചേർന്ന് മണ്ഡലപൂജ, കളഭം ഒരുമിച്ചാണ് അതെല്ലാം നടക്കുന്നത്. മണ്ഡലപൂജ, കളഭം, ഉച്ചപൂജ ഇതെല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് അത് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വന്ന് 26-ാം തീയതി വൈകുന്നേരം ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ഡലകാലത്തിന് സമാപനമായി. പിന്നെ മകരവിളക്ക് ഉത്സവത്തിനായിട്ട് 30-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് നട തുറക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്രമാതീതമായ അയ്യപ്പഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. 95,000 കടന്ന് ലക്ഷത്തിലേക്ക് എത്തിയാണ് അയ്യപ്പഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ എത്തുന്ന അയ്യപ്പഭക്തർ വരുന്ന ദിവസങ്ങളിലും ഇത് വർദ്ധിച്ചു വരാനാണ് സാധ്യത. കണക്കുകൾ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ വരുന്ന അയ്യപ്പഭക്തർക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും പോലീസ് അധികൃതരും ഒക്കെ ചേർന്ന് ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഇവിടെ വരുന്ന അത് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ആദ്യമേ തന്നെ നമ്മളൊരു കൃത്യമായ ഒരു മുന്നൊരുക്കം ആദ്യമേ തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഒരു ദിവസം പരമാവധി ദർശന സമയം, അതിന് 18 മണിക്കൂറിലധികം ഭഗവാനെ ദർശിക്കാനുള്ള സൗകര്യമാണ് നമ്മളവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ വന്നാലും അത് അവർ തൊഴുതു പോകുന്നതിനുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ എത്ര ആളുകൾ വന്നാലും നേരത്തെ തന്നെ അത് എല്ലാ സർക്കാർ ഏജൻസികളും സർക്കാരും അതും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോലും തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വരുന്ന എല്ലാ ആളുകൾക്കും തൊഴുതു മലയിറങ്ങാനുള്ള സാഹചര്യം ഒരുക്കുന്നു. അതോടൊപ്പം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അന്നദാനത്തിലാണെങ്കിലും മറ്റവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെയും അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചുക്കുവെള്ളം, ബിസ്ക്കറ്റ് തുടങ്ങിയവയുടെ വിതരണം ഇതൊക്കെ അങ്ങേയറ്റം കുറ്റമറ്റ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിന് എല്ലാ ഏജൻസികളും ഒരുപാട് സന്നദ്ധ സംഘടനകളും ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിക്കുന്നു. അതിനൊരു നല്ല ഏകോപനം ഉണ്ടായി എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഈ മണ്ഡലകാലത്തിൻ്റെ അവസാനത്തേക്ക് പോകുന്ന സമയത്ത് 25-നും 26-നും ഒക്കെ ഏതെങ്കിലും വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഏതെങ്കിലും നിയന്ത്രണം വരുത്തുകയോ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി ആ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ടോ? രണ്ട് കാര്യമാണ്. അത് 25-ാം തീയതി നമ്മൾക്ക് ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി സമയത്ത് പമ്പയിൽ നിന്നും അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് കടന്നു വരാനായിട്ടൊരു നിയന്ത്രണമുണ്ട്. ആ സമയത്ത് ഒരു സ്ലോട്ടുകളുണ്ട്. ആ സ്ലോട്ടുകൾ നമ്മൾ കുറവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ആ വിഷയം പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ 50,000 അന്നത്തെ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തുകയും പിറ്റേ ദിവസം 26-ന് 60,000 എൻ്റെ വിധി എൻ്റെ ജഡ്ജ്മെൻറ്റിൽ കിട്ടിയില്ല, എന്നാലും ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ പിറ്റേ ദിവസം 60,000 ആ സ്പോട്ട് ബുക്കിംഗ് എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ 60,000 ആക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, 26-ാം തീയതി വൈകുന്നേരം നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് 60,000 ആക്കി പരിമിതപ്പെടുത്തി. പിറ്റേ ദിവസം തന്നെ ഈ ഉച്ചക്കത്തെ ഒരു സ്ലോട്ട്, ആ ടൈം നമ്മൾ 1 മണിക്കൂറിൽ എത്ര ആളുകൾ കടന്നു വരുന്നു അവർക്ക് ഇവിടെ തൊഴുതു പോകാനുള്ള സൗകര്യങ്ങൾ, അതെല്ലാം 25-ാം തീയതി വൈകുന്നേരം നമുക്ക് ഉച്ചയ്ക്ക് നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ദർശനം അവർക്ക് ദീപാരാധന മുതലാണ് പിന്നെ കിട്ടുന്നത്. അപ്പോൾ അത്രയും സമയം 3 മണി തൊട്ട് ആ ഒരു 6-6:30 വരെയുള്ള സമയത്തേക്ക് ദർശനമില്ല. ആ സമയം നമ്മൾ കുറച്ചിട്ടാണ് ഈ ഒരു 50,000 എന്ന ഒരു കണക്കിലേക്ക് അത് എത്തിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അയ്യഭക്തരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ടൈം സ്ലോട്ടുകൾ അത് കൃത്യമായി പാലിക്കാൻ ഒന്ന് സഹകരിച്ചാൽ നമുക്ക് ഈ ക്യൂവിൻ്റെ നീളം പരമാവധി കുറയ്ക്കാൻ സാധിക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചില സമയത്ത് മാത്രമാണ് ഈ ക്യൂവിൻ്റെ നീളം കൂടിപ്പോകുന്നത്. ആ കൂടിപ്പോകുന്നത് ഈ മുന്നിലും പിന്നിലുമുള്ള ആ ഗ്രേസ് ടൈമിൽ വരുന്ന സ്വാമിമാർ ഇതിലേക്ക് ഒരുമിച്ച് വരുമ്പോഴാണ് ക്യൂവിൻ്റെ നീളം കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആ സമയത്ത് തന്നെ എത്തിച്ചേരാനൊന്ന് സഹകരിച്ചാൽ നമുക്ക് ഈ ക്യൂ അധികം നീളാതെ ഈ ക്യൂ നമുക്ക് നടത്താൻ പറ്റും. അവർക്ക് സുഗമമായി ദർശനം നടത്തുവാൻ സാധിക്കും. ഈ മണ്ഡലകാലവും സുഗമമായി തന്നെ അയ്യപ്പ ദർശനം നടത്തി കടന്നു പോകാൻ കഴിയുന്നു എന്നതാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും സന്നിധാനത്ത് ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം അഖിൽ പാലൂട്ടുമഠം, ജനം, സന്നിധാനം.